ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ ഇന്ന് കുറച്ചധികം അരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, പച്ചരി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളയപ്പവും ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. വെള്ളയപ്പം ആദ്യം വിചാരിച്ചത് എല്ലാം കൂടെ ദോശമാവ് കലക്കി വെക്കാം, അപ്പോൾ 2-3 ദിവസത്തേക്ക് ആയല്ലോ എന്നാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, ഫസ്റ്റ് ദിവസം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അരി എല്ലാം ഒരുമിച്ചരച്ചിട്ട് കുറച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, ഒരു മുറിയോളം തേങ്ങ എടുത്ത് അത് നന്നായിട്ട് നമ്മൾ അരി വെള്ളത്തിലിട്ട വെള്ളമില്ലേ അത് വെച്ചിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് പിന്നെ അതിലേക്ക് നമുക്ക് ചോറ് കൂടി ചേർക്കണം. അപ്പോൾ ഒരു വലിയ പാത്രം ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ചുള്ളൂ. ആ ചോറും കൂടി എടുത്തിട്ട് അതും നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചു കൊടുക്കുക. നല്ല മിക്സാക്കി കൊടുക്കുക. നല്ല അരച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ച മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി നല്ലോണം യോജിപ്പിക്കുക. ഒരു 2 സെക്കൻഡ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായി നല്ല ഈ ഒരു പരുവത്തിലാവട്ടെ. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് കിടന്നുറങ്ങാൻ പോയിട്ട്. അപ്പോൾ ഇതുപോലെ ഇവിടെ നമുക്ക് രാത്രി മുഴുവൻ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് വരാം. അപ്പോൾ ഇത് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒരിത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളയപ്പത്തിൻ്റെ മാവിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സാധാരണ ഞാനിത് അരിപ്പൊടിയിലൊക്കെ ഇട്ട് വെള്ളയപ്പം ഉണ്ടാക്കാറ്. പിന്നെ ഇപ്പോൾ അരി ഉണ്ടായിരുന്നല്ലോ, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അരിയിൽ ഉണ്ടാക്കിയതും. അപ്പോൾ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പൂടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വരച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കറിക്കുണ്ടാക്കിയത് വെള്ളക്കടലയാണ്, അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ടൈം ഉണ്ടായില്ല, വീഡിയോയുടെ ലെങ്ത്തും കൂടുമല്ലോ. അതുകൊണ്ട് കടലയുടെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.